ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു എൻഗേജ്മെൻറ്റ് വ്ളോഗാണ്. അപ്പോഴത്തേക്കിനും നമ്മളെ എൻഗേജ്മെൻറ്റ് വ്ളോഗാണ്. അപ്പം ആരുടെ എൻഗേജ്മെൻ്റ് ആണെന്ന് ചോദിച്ചാൽ എൻ്റെ കസിൻ ബ്രദറിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അതാണ് 2 ദിവസം ഞാൻ സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പനി ആയതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ടൊന്നും അത്ര പോരാ. അപ്പോൾ നമ്മൾ പോവാണ്. അവിടെ ചെന്നിട്ട് മമ്മി ഉണ്ട്. അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം കുറേ റിലേറ്റീവ്സിനൊക്കെ കണ്ടിട്ടോ. ഇത് പെണ്ണിൻ്റെ അമ്മയാണ്. അത് മാത്രമല്ല, എൻ്റെ അമ്മയുടെ കൂടെ പഠിച്ച ആളും കൂടെയാണ്, ബെസ്റ്റ് ഫ്രണ്ടും കൂടെയാണ്. അപ്പം അതിലാണ് കൂടി ഒരു നൈസ് ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പം കുട്ടികൾക്ക് ഭയങ്കര ഷോക്കാണ് കേട്ടോ, ജലദോഷമായിട്ടാണ്. ടെൻഷനുണ്ടോ? അത് ടെൻഷനില്ല. എന്റെ പെണ്ണെന്തേ ഒരു കാറിൽ AC ഇരിക്കുകയായിരുന്നു. അങ്ങനെ നല്ല വെയിലുണ്ടോ, നല്ല വെയിലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ ടൈമായപ്പോൾ അവരിറങ്ങി. ഇത് പെണ്ണിൻ്റെ ബ്രദറാണ്. അങ്ങനെ അവർക്ക് എന്തോ ഇങ്ങനെ പൂവൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഷെയ്ക്കാൻ്റെ കൂടെ ഹഗ്ഗൊക്കെ ചെയ്യുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല വെയിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെണ്ണിനെ വിളിക്കാൻ പോയി. പെണ്ണിൻ്റെ കറി നിറക്കാനായിട്ട് പോയി. നേരെ പള്ളിയിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തോട്ട് കയറിയിട്ട് അവിടെ കുറേ കുർബാനയും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ മനസ്സമ്മതമൊക്കെ നടക്കുകയാണ്. അവിടെ നടപടിയനുസരിച്ച് വിവാഹം എന്ന ഉദാശയിലൂടെ സാന്ദ്ര എന്ന് വിളിക്കുന്ന മരിയമ്മയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഗായ്സ്, ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിനി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. കുട്ടികൾക്ക് നല്ല ഉറക്കമാണ്, ഗായ്സ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അടാറ് ഫുഡായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കുറേ കാറ്ററിംഗർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഡെക്കോറായിരുന്നു. നല്ല രീതിക്ക് ഡെക്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി നല്ല രീതിയിൽ അത് ഡെക്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏതാണെന്ന് ഞാൻ പിന്നെ അടുത്തുള്ള വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഉടനെ തന്നെ കാണിക്കുന്നുണ്ട്, അതിൽ ഞാൻ പറയാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് കട്ടിങ്ങിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കാലമായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു ഡേ ആണ് ഈ ഒരു എൻഗേജ്മെൻറ്റ്. ഇനി നമ്മൾ ഉടനെ മാരേജ് ഡേ വരുന്നുണ്ട് നെക്സ്റ്റ് മന്ത്. ആ വീഡിയോ പൊള്ളിയായിരിക്കും ഗൈസ്. വെഡ്ഡിങ് ഡേ നമ്മൾ കിടുവായിട്ട് നമ്മൾ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് ഇടുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഏറ്റവും ലൈഫിൽ നമ്മുടെ ചേട്ടയുടെ കൂടെയുള്ള നല്ലൊരു ഡേ ആയിരുന്നു ഇന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. ആദ്യം നമ്മൾ എല്ലാ തരത്തിലുള്ള ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം വേണ്ടവർക്ക് അപ്പം ഉണ്ടായിരുന്നു, ചോറ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഒരു അപ്പം കഴിച്ചു. എന്നിട്ട് നമ്മൾ ബീഫ് കറി ഉണ്ടായിരുന്നു. അങ്ങനെ ബീഫ് സ്റ്റൂ ആയിരുന്നു കേട്ടോ. ബീഫ് സ്റ്റൂവും കൂടെ കഴിച്ചു. അത് നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ മെഴുക്കുരട്ടി ഉണ്ടായിരുന്നു, മോരുണ്ടായിരുന്നു, ബീഫ് സ്റ്റൂ ഉണ്ടായിരുന്നു, അതുപോലെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ ചമ്മന്തി. കുറേയൊന്നും അങ്ങനെ എടുക്കാനായിട്ട് പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റേജിൽ ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഡാൻസ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ചേട്ടയുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അത് മുട്ടൻ കോമഡി ആയിരുന്നു. നിങ്ങൾ കണ്ടു നോക്കുക ഗൈസ്. നല്ല രസമായിരുന്നു. ഈ ചിരിച്ച് മടുത്ത് നമ്മൾ ആദ്യമായിട്ടാണ് ചേട്ടൻ ഡാൻസ് കളിക്കുന്നത് കാണുന്നത്. അതും ഈ ഒരു സ്റ്റേജിൽ നല്ല വൈബായിരുന്നു. എല്ലാവരും നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ചു ഡാൻസ് അത് കുളിക്കാൻ നല്ല ഭംഗിയായിട്ട് കളിച്ചത് കുളിക്കാനായിട്ട് കാണിക്കുന്നു. അതിന് നല്ല ചുടുവായിട്ട് വന്നിട്ട് ഷേക്സ്പിയറൊന്നും ഉണ്ടായിരുന്നു. നമ്മൾ അടിപൊളി കളിച്ചു. ശേഷം ഡിസേർട്ട് ഉണ്ടായിരുന്നു, നമുക്ക് ഐസ്ക്രീം ഉണ്ടായിരുന്നു, പിന്നെ ഗുലാം ജാം, അങ്ങനെ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ക്യാരറ്റ് ഹൽവ ഞാൻ കുറച്ച് എടുത്തുള്ളൂ. വണ്ടി എവിടെ? ഫോട്ടോ എടുക്കുന്ന സെക്ഷനായിരുന്നു. കുറേ പേര് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടുണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റായിട്ടോ ഫോട്ടോയൊക്കെ എടുത്തത്. അങ്ങനെ കുറേ പേര് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ നോക്കിക്കൊണ്ട് നിന്നു. നമ്മൾ വെളിയിൽ പോയിരുന്നു. കുറച്ച് നേരം അവിടെ പോയിരുന്നു. ഞങ്ങളെ കസിൻസ് എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ചു. കാരണം കുറേ നാൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഒത്തുകൂടുന്നത്. ഞങ്ങളുടെ മോൻ്റെ കല്യാണമാണ്, ഒത്തുകല്യാണമാണ്. അടിപൊളിയായിരുന്നു. ഫംഗ്ഷനൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചു.
അനിയൻ സോറി എന്താണ് പറയാനുള്ളത്? ഇതാണ് നിങ്ങളുടെ യൂട്യൂബറായ മിരി. ഇത് ഞങ്ങളുടെ കസിൻസ് ആണ്. ഇത് ഇളയ കസിന്, ഇത് മൂത്ത കസിൻ. നോക്കിയടി, ഇത് ഞങ്ങളുടെ മൂത്ത കസിനാണ്. ഇത് മമ്മിയുടെ മമ്മിയാണ്. അങ്ങനെ നമ്മളെല്ലാവരോടും വലിയ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മായി അച്ചായി ഇക്ക അവിടെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം കുറേ നേരം അവിടെ സംസാരിച്ചിരുന്നു. പിന്നെ ഇത് പെണ്ണിൻ്റെ അമ്മയാണ്, അതായത് എൻ്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രിങ്ക്സൊക്കെ വെക്കുന്നത് പോയി നല്ല ദാഹം ഉണ്ടായിരുന്നു. അതിനുശേഷം അവരെല്ലാവരും അവിടെ ഫുഡ് കഴിക്കാൻ ലാസ്റ്റാണ് തരുന്നത്. അങ്ങനെ അതൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടപ്പോൾ ഞങ്ങൾ ചുമ്മാ സ്റ്റേജിൽ പോയി ഫോട്ടോ ഒക്കെ എടുത്തു. വേണ്ട ഇവാന ബ്രൈഡൽ ഇവൻറ്റ്സ്, ഇവരാണ് ഈ ഒരു വെഡ്ഡിങ്ങിൻ്റെ ഇത് ചെയ്തിട്ടുള്ളത്. നല്ല കിടുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പെണ്ണിൻ്റെ അനിയത്തിയാണ്. അപ്പോൾ ഞാൻ ഹായ് പറയാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ.